പ്രിയപ്പെട്ട കുട്ടികളെ, HS മാത്സ് വേൾഡിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ പാരലൽ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. പാരലൽ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. When two parallel lines are intersected by a transversal line, 8 angles are formed. 4 smaller angles and 4 larger angles. All the 4 smaller angles are equal. All the four larger angles are equal. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ഇഫ് ദി ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ആർ പാരലൽ. ഈ രണ്ട് ലൈൻസും പാരലൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ആർ പാരലൽ. Find the value of x. One angle is given. Here it is given these two lines are parallel. These two lines are parallel and these two are എന്താണ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഈ ആംഗിൾ 45 ആകുമ്പോൾ ഇത് എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ് ദി സ്മോളർ ആംഗിൾസ്, അതായത് എവിടെ നോക്കിക്കോളൂ, ദി സ്മോളർ ആംഗിൾസ് ആർ ഈക്വൽ. ഇത് രണ്ട് പാരലൽ ലൈൻസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ 8 ആംഗിൾസ് ഉണ്ടാകുന്നതിൽ സ്മോളർ ആംഗിൾസ് ആണ് ഇതിൽ, അതായത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. അത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. സോ this angle 45 means this is also 45. So x is equal to 45 degree. That is the answer. In the same way, another question. Let us consider another question. Question idana, in the figure, vertical lines are parallel. Vertical lines ഇത് ഈ രണ്ട് ലൈൻസ് ആണ് കേട്ടോ. ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്. Vertical lines are parallel. And we are asked to find out എന്താണ് ദി വാല്യൂ ഓഫ് y. ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഇത് രണ്ടും പാരലൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ we can consider a line parallel to these two lines through this point. നമുക്ക് അങ്ങനെ ഒരു ലൈൻ കൺസിഡർ ചെയ്യാം. ഇതുപോലെ ഒരു ലൈൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ we got 3 parallel lines. Out of that first 2 parallel lines, if you consider these 2 vertical lines parallel and this is the transversal line. So, as in the previous case, these two angles are alternate interior angles. And these smaller angles എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ആംഗിൾ ആണ് alternate interior angles. Alternate interior angles എല്ലാം ഈക്വൽ ആണ് എന്ന് നമ്മൾ കണ്ടതാണ്. നോക്കിക്കോളൂ, നമ്മളൊക്കെ ഒന്ന് നോക്കാം. ഈ ആംഗിൾ കണ്ടോ, ഈ രണ്ട് ആംഗിളും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് 30 ആണെങ്കിൽ ഈ ബ്ലൂ കളറിലുള്ള ആംഗിളും എത്ര തന്നെയായിരിക്കും? 30 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ 1 എന്ന് പറയുന്നത്, അതായത് ഈ ബ്ലൂ കളറിലുള്ള ആംഗിൾ 30 ഡിഗ്രി ആണ്. ബിക്കോസ് ആംഗിൾ 1 ഈസ് alternate to this 30 degree angle. So these two angles are equal. So angle 1 is equal to 30 degree. അങ്ങനെയാണെങ്കിൽ അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ആംഗിൾ ഉണ്ടല്ലോ. These two lines, if you consider, this is the transversal line. So these two are the smaller angles or the alternate interior angles. And these angles also will be equal. ശരിയല്ലേ? അതായത് ആംഗിൾ 2 എന്ന് പറയുന്നത് 35 ആയിരിക്കും. അതും ഇതുപോലെ നമുക്ക് വെക്കാൻ കണ്ട ഈ രണ്ട് ആംഗിൾസ് സെയിം ആയിരിക്കും. 30 ഡിഗ്രി സെയിം ആംഗിൾസ് ആണ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. And we know that y is equal to angle 1 plus angle 2. So y is equal to, we get angle 1 എന്ന് പറയുന്നത് 30, angle 2 എന്ന് പറയുന്നത് 35. So 30 plus 35, that is 65 degree is the measure of y. So y യുടെ വാല്യൂ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. നമ്മൾ ചെയ്ത ഒന്നുകൂടെ പറയാം. ഒരു ലൈൻ പാരലൽ ടു, ഈ രണ്ട് പാരലൽ ലൈൻസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ ഈ പോയിന്റിലൂടെ വരച്ചു. അപ്പോൾ രണ്ട് ഉണ്ടാകുന്ന ഈ ആംഗിൾ 1ഉം ഈ 30 ഡിഗ്രിയും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. അതുപോലെ ആംഗിൾ 2ഉം ഈ 35 ഡിഗ്രി ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. അപ്പോൾ ആംഗിൾ 1 30 ഡിഗ്രി, ആംഗിൾ 2 35 ഡിഗ്രി. സോ y is equal to angle 1 plus angle 2, that is 30 plus 35, that is 65 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഈ രണ്ട് ആംഗിൾസിന്റെ സം ആയിരിക്കും ഈ ആംഗിൾ വരിക. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ രണ്ട് പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ആണ്. ഒരു പ്രോബ്ലം കൂടി നമുക്ക് കൺസിഡർ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ഓൾ ദി ആംഗിൾസ് ഓഫ് ദി പാരലലോഗ്രാം. ഒരു പാരലലോഗ്രാമിന്റെ ആംഗിൾസ് കണ്ടുപിടിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്. In this parallelogram, one angle is 45 degree given.
Parallelogram means opposite sides are parallel. This line is parallel to this line and this line is parallel to this line. So this is a parallelogram. This angle is 45 degree. Find the angles of the parallelogram. That means the other angles. We need to find out this angle and this angle. Two large angles, two smaller angles. So these two lines are parallel. This is a transversal line. We can extend this line like this. ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നോക്കണ്ട ഈ ലൈനും പാരലലാണ്. അതിനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്തിരിക്കുന്നതാണ്. സോ ദാറ്റ് വി ഗോട്ട് 8 ആംഗിൾസ്. ഇവിടെ 4 എണ്ണം, ഇവിടെയും 4 എണ്ണം. അതിൽ 4 ലാർജർ ആംഗിൾസ് ഉണ്ട്, 4 സ്മോളർ ആംഗിൾസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടി വെച്ച് ഓൾ ദി ലാർജർ ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് ഓൾ ദി സ്മോളർ ആംഗിൾസ് ഓൾസോ ഗിവൺ നോ ദാറ്റ് one larger angle and one smaller angle sum is always 180 degree. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ co-interior angles are supplementary. അതായത് interior angles on the same side of the transversal line. അതായത് ഈ ട്രാൻസ്വേഴ്സൽ ലൈനിന്റെ ഒരു സൈഡിൽ ഈ പാരലൽ ലൈൻസിന്റെ ഉള്ളിലായിട്ട് വരുന്ന രണ്ട് ആംഗിൾസിന്റെ സം എപ്പോഴും 180 ആയിരിക്കും. ഈ രണ്ട് ആംഗിളും 180 ആണ്. അപ്പോൾ 180 എന്ന് ഈ ആംഗിൾ കുറയ്ക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഈ കാണുന്ന ആംഗിൾ, ലാർജ് ആംഗിൾ എന്ന് പറയുന്നത് 180 നിന്ന് 45 കുറയ്ക്കുന്നതാണ്. 180 minus 45, that is 135 degree. Because these two are parallel lines, sum of one larger and smaller angles is 180 degree. That is the property we have studied. So this larger angle is 180 minus 45, that is 135. അപ്പോൾ ഈ ആംഗിൾ 135 ആണ്. അതേപോലെ തന്നെ ഇവിടെ ഈ സൈഡ് ഇങ്ങനെ നീട്ടുകയും ഈ സൈഡ് ഇങ്ങനെ നീട്ടുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടും. കേട്ടോ, ഈ രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്തപ്പോൾ ഉണ്ടായ 8 ആംഗിൾസ് ഉണ്ടാ. 4 ആംഗിൾസ് ഇവിടെ, 4 ആംഗിൾസ് ഇവിടെ. ഇവിടെയും അതേ പ്രോപ്പർട്ടി തന്നെയാണ് വരുന്നത്. ഈ രണ്ട് സ്മോളർ ആംഗിളും ലാർജർ ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആയിരിക്കും. അപ്പോൾ ദീസ് ലാർജർ ആംഗിൾ വിൽ ബി 180 minus 45. സോ ഇവിടെയും നമുക്ക് എന്ത് കിട്ടും? വി ഓൾസോ ഗെറ്റ് ദിസ് ആംഗിൾ 135. അപ്പോൾ കാരണം ഇത് രണ്ടും co-interior angles ആയിട്ട് വരും. co-interior anglesന്റെ സം 180 ആണ്. 180 അപ്പോൾ 45 കുറച്ചാൽ 135 ആണ് ഈ ആംഗിൾ. ഇതേപോലെ തന്നെ ഈ രണ്ട് ലൈൻസ് പാരലലാണ്. ഇത് ട്രാൻസ്വേഴ്സൽ ലൈനാണ്. അതും ഇതുപോലെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. കേട്ടോ, ഈ രണ്ട് ലൈൻസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ ഈ ഫോർത്ത് ആംഗിൾ എന്ന് പറയുന്നത് കണ്ടോ, ഇത് രണ്ടും co-interior angles ആയിട്ട് വരും. അല്ലെങ്കിൽ സ്മോളർ ആംഗിളും ലാർജർ ആംഗിളും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്ന 180 ആണ്. ആ 180 നിന്ന് 135 കുറച്ചാൽ ഇത് 45 ഡിഗ്രി എന്ന് കിട്ടും. സോ വി ഗെറ്റ് ഫോർത്ത് ആംഗിൾ 45 ഡിഗ്രി. ഇപ്പോൾ ഓൾ ദി 4 ആംഗിൾസ് നമുക്ക് കിട്ടി. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് പാരലോഗ്രാം ഈക്വൽ ആണ്. കണ്ടോ, ഇത് 135 ആണ്, ഇത് 135, ഇത് 45 ആണ്, ഇത് 45. അപ്പോൾ പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത്. രണ്ട് തരത്തിലുള്ള ആംഗിൾസ് ഉണ്ടാവുന്നു. ഒന്ന് ലാർജ് ആംഗിൾസും ഒന്ന് സ്മോളർ ആംഗിൾസും. ലൈൻസ് പാരലൽ ആണെങ്കിൽ സ്മോളർ ആംഗിൾസ് എല്ലാം ഈക്വല്, ലാർജർ ആംഗിൾസ് എല്ലാം ഈക്വല്. ആ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ഇതുപോലെ ചെയ്യാം. സ്മോളർ ആംഗിളും ലാർജർ ആംഗിളും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് എപ്പോഴും 180 ആണ്. ആ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഇത് വളരെ ലളിതമായിട്ട് ചെയ്യാം. അപ്പോൾ ഈ പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ഈ പ്രോബ്ലം നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഒന്നേ ഉള്ളൂ, ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ലാർജ് ആംഗിൾസ് എല്ലാം ഈക്വല്, സ്മോളർ ആംഗിൾസ് എല്ലാം ഈക്വല്. ഇവിടെ നമുക്ക് കണ്ടില്ലേ, ഈ പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആ പ്രോപ്പർട്ടിയും കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കി പോവുക. അപ്പോൾ അങ്ങനെ ഇനി വരുന്ന പ്രോബ്ലത്തിൽ അങ്ങനെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ എന്നുള്ള കേസ് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.